Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് ജോയിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ജോയിൻസ് നമുക്കറിയാം, നമുക്ക് മൂവ്മെൻറ്റ്, അതായത് ഡെയിലി ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈവൻ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ പോലും കൈയും കാലും മൂവ് ചെയ്യണമെങ്കിൽ ആരാണ് അത്യാവശ്യം? സോ ഈ ജോയിൻസ് ആണ് അത്യാവശ്യം, അല്ലേ? സോ അപ്പോൾ നമ്മുടെ ഡെയിലി ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ജോയിൻസ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ജോയിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ടു ദ സെഷൻ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ജോയിൻസ്, വാട്ട് ഈസ് ജോയിൻറ്റ് എന്ന് നമുക്ക് നോക്കാം. സോ എ ജോയിൻറ്റ് ഈസ് എ പോയിന്റ് വെയർ 2 or more bones make a contact. ഓക്കെ, സോ അപ്പോൾ ഒന്നോ അതോ ഒന്നിലധികമോ, അല്ലെങ്കിൽ എന്താണ് രണ്ടോ അതോ രണ്ടിലധികമോ ആയിട്ടുള്ള ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ജോയിൻറ്റ് ഈസ് എ പോയിന്റ് വെയർ 2 or more bones make contact. അവർ തമ്മിലുള്ള രണ്ട് ബോൺസ് തമ്മിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ബോൺസ് തമ്മിലുള്ള ഒരു കോൺടാക്ട്, ആ മീറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ആർ കൺസ്ട്രക്റ്റഡ് ടു അലോ ഫോർ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ആൻഡ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഓരോ ജോയിൻസും ഓരോ രീതിയിലാണുള്ളത്. നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ഉണ്ട്, അല്ലേ? നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഓരോ ജോയിൻറ്റിൻ്റെയും ആ ഒരു മൂവ്മെൻറ്റും ടൈപ്പും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ആർ ദെയർ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് മൂവ്മെൻറ്റ് അലോ ചെയ്യുന്ന ജോയിൻസ് ആർ ഓൾസോ ദെയർ. സോ ദേ ആർ കൺസ്ട്രക്റ്റഡ് ടു അലോ ഫോർ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ആൻഡ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രിയിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സും പോസിബിൾ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ആസ് വെൽ ആസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് അലോ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതിലാണ് അവരെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ജോയിൻസ് ആർ ക്ലാസിഫൈഡ് ബോത്ത് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ ഒരു ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ഉണ്ടെന്ന് അറിയാം. ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് സ്ട്രക്ചറലി ഈസ് ഓൾസോ ദെയർ ആൻഡ് ഫങ്ഷണലി ഈസ് ഓൾസോ ദെയർ. സോ അപ്പോൾ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ഫങ്ഷണൽസ് ആൻഡ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് ആൾമോസ്റ്റ് രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്ത് തന്നെയാണ് വരുന്നത്. നോക്കി വരുമ്പോഴത്തേക്കും രണ്ടും ഏകദേശം സിമിലർ പോലെയാണ് വരുന്നത്. അതായത് ഓരോ ടൈപ്പിനും അതിന് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് പോസിബിൾ. സോ ഓരോ സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ സ്ട്രക്ചറും ഫംഗ്ഷനും കൂടി കൊളൈഡ് ചെയ്തിട്ട് വരുന്ന രീതിക്കായിരിക്കും നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ എൻഡ് ഓൺ ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ ജോയിൻറ്റ് എന്താണെന്ന് നോക്കി. ഇറ്റ് ഇസ് ദ മീറ്റിംഗ് പോയിന്റ് വെയർ 2 or more ബോൺസ് മേക്ക് കോൺടാക്ട്. അപ്പോൾ രണ്ടോ അതോ അതിലധികമോ ആയിട്ടുള്ള ബോൺസ് തമ്മിലുള്ള ഒരു മീറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ആ ഒരു ജോയിൻറ്റിന് ഡിഫറെൻറ്റ് ഡിഗ്രീസിലുള്ള മൂവ്മെൻറ്റ്സ് ആർ ഓൾസോ പോസിബിൾ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ആർ ഓൾസോ ദെയർ. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ആസ് aforementioned, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡോമിനന്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ. സോ അപ്പോൾ ഹിസ്റ്റോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്റ്റഡി ഓഫ് സെൽ, അല്ലേ? സോ ഒരു സെല്ലിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്ട്രക്ചർ, അതിന് തന്നെയാണ് അവിടെ ഹിസ്റ്റോളജി എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷന് തന്നെയാണ് എന്നുള്ളത് ഓർക്കുക. സോ aforementioned ലൈക്ക് എന്താണ് ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ള ഡോമിനന്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഏതാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആരുടെ ക്ലാസിഫിക്കേഷൻ? ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേ സെയിം ടൈമിൽ നമുക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അമൗണ്ട് ഓഫ് മൂവ്മെൻറ്റ് പെർമിറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിഗ്രീസിലാണ് അവർ ഓരോ ജോയിൻസിൻ്റെയും മൂവ്മെൻറ്റ്സ് നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. സോ അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ആ ഒരു റേഞ്ച് വെച്ചിട്ടാണ് എങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ അപ്പോൾ 2 types ഓഫ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഹോൾ ജോയിൻസിനെയും രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് സ്ട്രക്ചറൽ ആൻഡ് വൺ ഈസ് ഫങ്ഷണൽ. ആ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഈസ് അതർവൈസ് കോൾഡ് ആസ് ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡോമിനേറ്റിംഗ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. സോ ദ ഡോമിനന്റ് കണക്റ്റീവ് ടിഷ്യൂ is present in the joint decides the classification. So that is the histological അല്ലെങ്കിൽ structural classification. When coming to the functional classification is based on the amount of movement permitted. എത്രത്തോളം മൂവ്മെന്റ്സ് പോസിബിൾ ആണ് ആ ഒരു ജോയിന്റിൽ എന്നുള്ളതിനനുസരിച്ചിരിക്കും ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ? ആൻഡ് ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ there are 3 joints in the body. One is fibrous joints. അപ്പോൾ fibrous tissues, dense fibrous tissues ഉള്ള ജോയിന്റിനെയാണ് fibrous
ജോയിന്റ് എന്ന് വിളിക്കുന്നത്. കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ കാർട്ടിലേജസ് ആയിരിക്കും, അത്രയും ഇതായിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള ജോയിന്റ് അല്ല, കുറച്ചും കൂടി ഒരു മൊബൈലാണ്. ഓക്കെ, സോ ദെൻ സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഫ്രീലി മൊബൈൽ. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു 3 ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈബ്രസ് ജോയിന്റ്സ്, കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആൻഡ് സൈനോവിയൽ ജോയിന്റ്. ഇതാണ് 3 ടൈപ്സ് ഓഫ് എന്തെന്ന് പറയുന്നത് structural classification of joints. So fibrous joint എന്ന് പറയുമ്പോഴത്തേക്കും that is formed by a dense fibrous tissue ആണ്. So that is എന്താണ് nearly immobile ആണ്. So they are immobile. So അവിടെയും ആ ഒരു fibrous joint മൂവ്മെന്റ് എന്താണ്, that is restricted അല്ലേ. സോ അപ്പോൾ ആ ഒരു റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് നമുക്ക് അവിടെ തന്നെ വരുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, രണ്ടും കൂടി കൊളൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സോ അപ്പോൾ ഫൈബ്രസ് ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂസ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ ദ ബോൺസ് വിൽ ബി ദെയർ. സോ അതുകൊണ്ട് തന്നെ ആ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അത്രയും ഈസിലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എന്താണ് ജോയിന്റിന്റെ ബിറ്റ്വീൻ ആ ഒരു കണക്ഷൻ ആയിട്ട് ആരുണ്ടാവും, ഒരു കാർട്ടിലേജ് ഉണ്ടാവും. സോ ദാറ്റ് ഇസ് കോൺട്രൽ അല്ല നമ്മൾ പറയും അല്ലേ, നമ്മുടെ ഇവിടെ പറയും കോസ്റ്റോ കോൺട്രൽ ജോയിന്റ് എന്ന് പറയും. സോ അവിടെ ഇൻ ബിറ്റ്വീൻ കണക്ഷൻ ആയിട്ട് ഒരു കാർട്ടിലേജ് വിൽ ബി ദെയർ. സോ ദാറ്റ് ഇസ് കോൾഡ് എസ് കാർട്ടിലേജിനസ് ജോയിന്റ്സ്. പക്ഷെ അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും എന്താണ് മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് അല്ല. നമുക്കറിയാം ഈ റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയും ഫ്രീലി മൊബൈൽ അല്ല, ബട്ട് മൊബിലിറ്റി ഈസ് പോസിബിൾ. ദാറ്റ് ഈസ് കോൾഡ് കാർട്ടിലേജിനസ് ജോയിന്റ്. ആൻഡ് വെൻ കമ്മിങ് ടു ദ സൈനോവിയൽ ജോയിന്റ് വരുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാവും, ഒരു സൈനോവിയൽ മെമ്പറൈൻ, രണ്ട് ആർട്ടിക്കുലർ കാർട്ടിലേജ്, ആ ഒരു ബോണി സർഫസസ്, അതായത് 2 ആർട്ടിക്കുലർ സ്പേസ്, 2 അഡ്ജസൻറ്റ് ആ ഒരു സർഫസ്, ആർട്ടിക്കുലർ സർഫസിൽ ഒരു എന്താ ഉണ്ടാവും, ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ടാവും. അതിന് പുറമെ ഒരു സൈനോവിയൽ മെംബ്രെയിൻ വിൽ ബി ദെയർ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 bones which are making a joint there will be a space called synovial cavity will be there, and that is filled with the synovial fluid. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ആ സൈനോവിയൽ ജോയിന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ആർട്ടിക്കുലർ സർഫസസിൽ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ടാവും, സൈനോവിയൽ മെംബ്രെയിൻ കവറിംഗ് ഉണ്ടാവും, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ജോയിന്റ് there will be a space which is called synovial cavity. അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈനോവിയൽ ക്യാവിറ്റി ഉണ്ടാവും. Synovial cavity will be filled with a synovial fluid which is for lubrication of joints. Okay, lubrication മാത്രമല്ല ന്യൂട്രീഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ഇതാണ് 3 ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ഫൈബ്രസ്, കാർട്ടിലേജിനസ് ആൻഡ് സൈനോവിയൽ. ഇതാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെയും 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സിൻഅത്രോസിസ് എന്ന് പറയുമ്പോൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ, ആ ജോയിന്റിന്റെ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സിൻഅത്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൊബൈൽ ജോയിന്റ്സ് ആണ്, മൂവ്മെന്റ്സ് പോസിബിൾ അല്ല. സോ അപ്പോൾ അവിടെ ഫൈബ്രസ് ജോയിന്റ്സ് എക്സാമ്പിൾ പറയാം അല്ലേ, ഇമ്മൊബൈൽ ജോയിന്റ്സ്, അതായത് ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ്സ്. സിൻഅത്രോസിന് എക്സാമ്പിൾ ഫൈബ്രസ് ജോയിന്റ്സ് നമുക്ക് പറയാം. ദെൻ ആംഫിയത്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഹോട്ട് ആണോ ചില്ലി ആണോ ആംഫി ആണോ എന്ന് നമുക്ക് ചോദിക്കും. അതായത് ഇൻ ബിറ്റ്വീൻ, രണ്ടിൻ്റെയും അതുമല്ല ഇതുമല്ല, പക്ഷേ ബിറ്റ്വീൻ ഒരു ഇന്റർമീഡിയറ്റ് ഫോമിനെയാണ് നമ്മൾ ആംഫിയർത്രോസിസ് എന്ന് പറയുന്നത്. ആംഫിയർത്രോസിസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി മൂവബിൾ ആണ്, അതായത് മൂവ്മെന്റ്സ് അത്രയും ഫ്രീലി മൊബൈൽ അല്ല, ബട്ട് ദ മൂവ്മെന്റ്സ് ആർ പോസിബിൾ to a limit. There will be a limit, but the movements are possible. So slightly mobile ആയിട്ടുള്ള ജോയിന്റ്സിനെയാണ് നമ്മൾ ആംഫിയർത്രോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഡയർത്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലി മൊബൈൽ, ദ മൂവ്മെന്റ്സ് ആർ ഫ്രീലി പോസിബിൾ. സോ ദാറ്റ് ഈസ് കോൾഡ് ഡയർത്രോസിസ്. സോ ആംഫിയർത്രോസിന് എക്സാമ്പിൾ നമുക്ക് കാർട്ടിലേജിനസ് ജോയിന്റ്സ് പറയാം, അതുപോലെ ഡയർത്രോസിന് എക്സാമ്പിൾ സൈനോവിയൽ ജോയിന്റ്സ് പറയാം. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ. ദിസ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ. സോ ജോയിന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറലി ആസ് വെൽ ആസ് ഫംഗ്ഷനലി വി ക്യാൻ ക്ലാസിഫൈ. ആൻഡ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും ഫൈബ്രസ്, കാർട്ടിലേജിനസ് ആൻഡ് സൈനോവിയൽ ജോയിന്റ്സ് ആർ ദെയർ. ആൻഡ് ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്മൊബൈൽ അല്ലെങ്കിൽ സിൻഅർത്രോസിസ് എന്ന് പറയാം, സ്ലൈറ്റ്ലി മൊബൈൽ അല്ലെങ്കിൽ ആംഫിയർത്രോസിസ്, ഡയർത്രോസിസ് അല്ലെങ്കിൽ ഫ്രീലി മൊബൈൽ ജോയിന്റ്സ്. ദിസ് ഈസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിന്റ്സ്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ എന്താണ് ഫസ്റ്റ് ഫൈബ്രസ് ആണ്. ഫൈബ്രസ് joint എന്ന് പറയുമ്പോഴത്തേക്കും there will be a fibrous connective tissue. So അപ്പോൾ there will be a fibrous connective tissue in between the bony parts. അപ്പോൾ ആ ഒരു bony partsന്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, ഒരു fibrous connective tissue will be there. So there will be a fibrous connective tissue between the joints. So അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്ത് വിളിക്കാം നമുക്ക്, immobile joints അല്ലെങ്കിൽ എന്താണ്, movements are not possible with a fibrous joint. That is called as synarthrosis and fibrous joints. Okay, so
cartilaginous joints വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം, amphiarthrosis എന്ന് പറയും. So there will be a cartilage between that. Okay, so fibrous connective tissues between joint ഉണ്ടാവും and cartilaginous cartilage pad will be there between the bones. So there will be a cartilage pad. So ഒരു jointsന്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, ഒരു fibrous tissues will be also there and എന്താണ് fibrous tissues ഉണ്ടാവും, ആ ഒരു cartilaginous pad ഉണ്ടാവും. That is called as cartilaginous joint. Okay, so third one is called diarthrosis അല്ലെങ്കിൽ synovial joint എന്ന് നമുക്ക് വിളിക്കാം. So there will be a synovial cavity. So articular cartilage ഇതാണ് ആ ഒരു joint ഫോം ചെയ്യുന്ന രണ്ട് bony surface. These are the two bony surfaces which are making that joint, and in between there will be a articular cartilage ഉണ്ടാവും covering the surface of the bones, and ligaments and capsules അതൊക്കെ ഉണ്ടാവും enclosing the joint. There will be ligaments and capsules, and there will be a synovial membrane. So there will be a synovial membrane between that articular faces അല്ലെങ്കിൽ surfaces, and in between the two bony parts there will be a cavity which is called synovial cavity, which is filled with the synovial fluid. So അതാണ് three types of joints എന്ന് പറയുന്നത്. For example, നമുക്ക് example of this fibrous joint നമ്മൾ നോക്കുകയാണെങ്കിൽ skull ആണ് അല്ലേ. നമുക്കറിയാം skull എന്താണ്, it's made up of so many bones അല്ലെങ്കിൽ so many bones unites together to form skull. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്യൂച്ചേഴ്സ് വരും. സ്യൂച്ചേഴ്സിൽ ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഫൈബ്രസ് ടിഷ്യൂസ് ആണുള്ളത്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫൈബ്രസ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിന്റ് എക്സാമ്പിൾ ആണ് സ്കൾ. സോ സ്കളിൻ്റെ ഒരു നമുക്കിങ്ങനെ ഇളക്കി കളിക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് ദ മൂവ്മെന്റ് ഈസ് നോട്ട് പോസിബിൾ വിത്ത് ദാറ്റ് സ്കൾ joints അല്ല, സ്യൂച്ചേഴ്സിൽ മൂവ്മെന്റ്സ് പോസിബിൾ അല്ല. ദെൻ കാർട്ടിലേജിനസ് ജോയിന്റ്സ് അല്ലെങ്കിൽ സെമി മൂവബിൾ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്സ്, ഒരു വെർട്ടിബ്ര ഇങ്ങനെ ഉണ്ടാവും, ആൻഡ് ദർ വിൽ ബി അനദർ വെർട്ടിബ്ര ബിലോ. സോ അവിടെ എന്തുണ്ടാവും, ആർട്ടിക്കുലർ കാർട്ടിലേജസ് ഫൈബ്രസ് ടിഷ്യൂസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടാവും, അതുപോലെ തന്നെ ആർട്ടിക്കുലർ കാർട്ടിലേജസ് ഉണ്ടാവും അല്ലെ. ആ ഡിസ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഇന്റർവെർട്ടിബ്ര. എന്താണ് ഡിസ്ക് എന്ന് പറയുന്നത്, നമുക്കൊരു കാർട്ടിലേജ് അല്ലെങ്കിൽ അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലൈറ്റ്ലി മൊബൈലാണ്. സോ ദ എക്സാമ്പിൾ ഈസ് വെർട്ടിബ്രേ. സോ വെർട്ടിബ്രേ ആണ് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ജോയിന്റ് ഈസ് സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ ഫ്രീലി മൊബൈലാണ്. സോ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ എന്താണ്, ഹിപ്പ് ജോയിന്റ് പറയാം. ഓക്കെ, ഹിപ്പ് ജോയിന്റ് പറയുമ്പോൾ അവിടെ ഫ്രീലി മൊബിലിറ്റി പോസിബിൾ ആണ്. സോ ഫ്രീലി മൊബൈൽ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ് അത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഫൈബ്രസ് ജോയിന്റ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫൈബ്രസ് ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രസ് ജോയിന്റ് ഇസ് എ ഫിക്സഡ് ജോയിന്റ് വെയർ കൊലാജിനസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കണക്ട്സ് ടു ബോൺസ്. അപ്പോൾ അവിടെ എന്തുണ്ട്, കൊലാജിനസ്. സോ അവിടെ എന്താണ് ഫൈബ്രസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ fixed joint ആണ്. It's a fixed joint ആണ്, and there will be a collagenous fibrous connective tissue. Collagenous fibrous connective tissue will be there which connects the two bones. അപ്പോൾ ആ ഒരു രണ്ട് ബോൺസിന്റെ ഇടക്കായിട്ട് ആരുണ്ട്, there will be a fibrous connective tissue which is in a form of collagen. So collagenous fibrous connective tissue ഉണ്ട്. So fibrous joints എന്ന് പറയുമ്പോഴത്തേക്കും they are also known as synarthrosis. നമ്മൾ നോക്കിയത് ഓൾറെഡി. So are usually immovable ആണ്. There will be no joint cavity. നമ്മൾ സ്യൂച്ചേഴ്സിന് എക്സാമ്പിൾ എടുത്താൽ മതി. എന്താണ്, so there will be no joint cavity and എന്താണ് ഒന്നും ഉണ്ടാവില്ല. There will be two bony surfaces in between. There will be എന്താണ് ഫൈബ്രസ് ടിഷ്യൂ, ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് ഫൈബ്രസ് ജോയിന്റ് ആൻഡ് ദേ ആർ സബ്ഡിവൈഡഡ് ഫർദർ ഇൻ ടു സ്യൂച്ചേഴ്സ്. ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ആ ഒരു ഫൈബ്രസ് ജോയിന്റിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്യൂച്ചർ ആണ്, ഒന്ന് ഗോംഫസിസ് ആൻഡ് സിൻഡസ്മോസിസ്. സോ അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഫൈബ്രസ് ജോയിന്റ്സ് ഉണ്ട്, സ്യൂച്ചേഴ്സ്, ഗോംഫസിസ് ആൻഡ് സിൻഡസ്മോസിസ്. ഓക്കെ, സിൻഡസ്മോസിസ്. സ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കള്ളിലുള്ളതാണ്, ഇമ്മൊബൈൽ ആൻഡ് ഫൗണ്ട് ഓൺലി ഇൻ ദ ക്രേനിയത്തിലുള്ളതാണ്. ഗോംഫസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ ഇമ്മൊബൈൽ ജോയിന്റ്സ് ഫൗണ്ട് ഓൺലി ബിറ്റ്വീൻ ടീത്ത് ആൻഡ് ദെയർ സോക്കറ്റ്സ് ഓഫ് ദ മാൻഡിബിൾ. നമുക്കറിയാം ഈ മാൻഡിബിൾ എന്ന് പറയുന്ന ജോ ബോണിലാണ് നമുക്ക് സോക്കറ്റ്സ് ഉള്ളത്. ആ സോക്കറ്റ്സിലാണ് നമ്മളെ ഇതുപോലെ ഒരു സോക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടീത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ആ ഒരു ടീത്ത് ആ ഒരു സോക്കറ്റിൽ ഇരിക്കുന്ന ദാറ്റ് കൈൻഡ് ഓഫ് ജോയിന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗോംഫസിസ്. ക്ലിയർ? ദെൻ തേർഡ് വൺ എന്ന് പറയുമ്പോൾ സിൻഡസ്മോസിസ് ആണ്. സിൻഡസ്മോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലൈറ്റ്ലി മൂവബിൾ. സോ സ്ലൈറ്റ്ലി മൂവബിൾ ആണ്. നമുക്ക് സ്യൂച്ചേഴ്സ് എക്സാമ്പിൾ സ്യൂച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇമ്മൊബൈൽ ആണ് അല്ലേ, മൊത്തത്തിൽ മൊബിലിറ്റി ഉണ്ടാവില്ല.
അതുപോലെ തന്നെയാണ് നമ്മുടെ ജോ ബോൺസ്, അതിൽ ആ ഒരു ടീത്ത് ഇരിക്കുന്ന സോക്കറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയും ഇമ്മൊബൈലാണ്. പക്ഷേ സിൻഡോസ്മോസിസ് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ഒരു ചെറിയ ഡിഗ്രിക്ക് അവിടെ ഒരു മൊബിലിറ്റി കിട്ടാം. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ആംഫിയത്രോസിസ് നമുക്ക് പറയാം, പക്ഷേ അത്രയും മൊബിലിറ്റി കിട്ടത്തില്ല. ആൻഡ് ദർ വിൽ ബി സ്ലൈറ്റ്ലി മൊബൈൽ ജോയിൻസ്, അല്ലെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് ഫൈബ്രസ് ജോയിൻസ് മെയിൻറ്റെയിൻസ് ഇൻറ്റഗ്രിറ്റി ബിറ്റ്വീൻ ലോങ് ബോൺസ് ആൻഡ് റെസിസ്റ്റ് ഫോഴ്സസ് ദാറ്റ് അറ്റംപ്റ്റ് ടു സെപ്പറേറ്റ് ദ ടു ബോൺസ്. അതായത് രണ്ട് ബോൺസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടിബിയ ആൻഡ് ഫിബുല, നമ്മുടെ ലെഗിലുള്ള ടു ബോൺസ് ആണ് അല്ലേ, ടിബിയ ആൻഡ് ഫിബുല. സോ അപ്പോൾ അത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് പറ്റില്ല, വേറെ ചേഞ്ച് ഒന്നും വരില്ല. പക്ഷേ ദാറ്റ് ഈസ് എ വെയിറ്റ് ബിയറിംഗ് ജോയിൻറ്റ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഇൻട്രോഷ്യസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ബോൺസ് തമ്മിൽ, ഇപ്പോൾ രണ്ട് ബോൺസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ദർ വിൽ ബി എ കണക്റ്റിംഗ് മെംബ്രെയിൻ വിച്ച് ഇസ് കോൾഡ് ഇന്റർ ഓഷ്യസ് മെംബ്രെയിൻ. രണ്ട് ബോൺസ് തമ്മിലുള്ള കണക്ഷൻ ആയതുകൊണ്ടാണ് ഇന്റർ ഓഷ്യസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇന്റർ ഓഷ്യസ് മെംബ്രെയിൻ ഉണ്ടാവും. സോ ആ ഒരു ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജോയിൻസ് ആണ് ദിസ് സിൻഡസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫൈബ്രസ് ജോയിൻസ്. അപ്പോൾ ഫൈബ്രസ് ജോയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടലി ഇമ്മൊബൈൽ ആയിട്ടുള്ള ഫിക്സഡ് ജോയിൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ദർ വിൽ ബി എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ബിറ്റ്വീൻ ദീസ് ടു ബോൺസ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് എന്താണ്, യൂഷ്വലി ഇമ്മൊബൈൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സബ് ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്, അതായത് സ്യൂച്ചേഴ്സ്, ഗോംഫസസ് ആൻഡ് സിൻഡസ്മോസിസ്. സോ സ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ക്രേനിയത്തിലുള്ളതാണ്, ദർ വിൽ ബി എന്താണ് നോ മൂവ്മെന്റ് പോസിബിൾ. ആൻഡ് അതുപോലെ തന്നെ ഗോംഫസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൂത്ത് ആൻഡ് സോക്കറ്റിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ദാറ്റ് കൈൻഡ് ഓഫ് ജോയിന്റ്, ദാറ്റ് ഇസ് കോൾഡ് ഗോംഫസസ്. ആൻഡ് സിൻഡസ്മോസിസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ടിബിയോഫിബുലർ സിൻഡസ്മോസിസ്. ക്ലിയർ? So here you can see the example of that എന്താണ് 3 ടൈപ്സ് ഓഫ് ഫൈബ്രസ് ജോയിൻസിന് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് സ്യൂച്ചർ. സ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സ്കള്ളിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ദാറ്റ് കൈൻഡ് ഓഫ് ജോയിൻ്റെയാണ് സ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ എന്താണ് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും, ദർ വിൽ ബി നോ മൂവ്മെന്റ്സ് പോസിബിൾ. അതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഗോംഫസസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഗോംഫസസ് എന്ന് പറയുമ്പോൾ ദിസ് ദ എന്താണ് ജോ ബോൺ. ജോ ബോണിൽ നമ്മുടെ മാൻഡിബിളിലുള്ള സോക്കറ്റ്സ് ആണ് ഈ കാണുന്നത്. അതിനുള്ളിൽ ആ ടീത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദാറ്റ് കൈൻഡ് ഓഫ് ജോയിന്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എന്താണ് ഗോംഫസസ്. സോ അപ്പോൾ അതിനിടയ്ക്ക് പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ഒക്കെ ഉണ്ടാവും, ആ ടീത്തിനെ പിടിച്ച് നിർത്താൻ പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ പിന്നെ സിൻഡസ്മോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് തന്നെയാണ്, ദാറ്റ് ഇസ് ടിബിയോഫിബുല ജോയിന്റ്. ടിബിയോഫിബുല ജോയിന്റ് എന്ന് പറയുമ്പോൾ ആ ജോയിന്റ്സ് അവിടെ ഇല്ലെങ്കിലും ആ ബോൺസ് എന്താണ് മര്യാദയ്ക്ക് ഇരിക്കാം, പക്ഷേ എന്താണ് ഒരു ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചും കൂടി ബാക്കി മൂവ്മെൻറ്റ്സിനെ ഒന്നും കൂടി ഇത് കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോയിൻസിനെയാണ് നമ്മൾ സിൻഡസ്മോസിസ് എന്ന് പറയുന്നത്. സോ സ്യൂച്ചേഴ്സ്, ഗോംഫസസ് ആൻഡ് സിൻഡസ്മോസിസ്. സോ ക്ലിയർ? ഇത്രയും ക്ലിയർ ആയി ഫൈബ്രസ് ജോയിൻസിനെ കുറിച്ച് എന്ന് വിശ്വസിക്കുന്നു. വി ആർ മൂവിങ് ഓൺ ടു ദ കാർട്ടിലേജിനസ് ജോയിൻസ്. സോ കാർട്ടിലേജിനസ് ജോയിൻസ് എന്ന് പറയുമ്പോൾ ദ ബോൺസ് അറ്റാച്ച്ഡ് ബൈ ഹയലിൻ കാർട്ടിലേജ് അല്ലെങ്കിൽ ഫൈബ്രസ് കാർട്ടിലേജ്. സോ ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ദർ വിൽ ബി എ ഫൈബ്രസ് ടിഷ്യൂ അല്ലേ. കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാർട്ടിലേജ് അല്ലെങ്കിൽ ഫൈബ്രോ കാർട്ടിലേജ്. സോ അവിടെ ഡെൻസ് ആയിട്ടുള്ള ഫൈബ്രസ് ടിഷ്യൂസ് മാത്രമേ ആരുടെ ഇടയ്ക്ക് കാണുള്ളൂ, ബോൺസ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവർ ഫൈബ്രസ് ജോയിൻസ് ആയത്. കാർട്ടിലേജിനസ് ജോയിൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഹയലിൻ കാർട്ടിലേജ് ആയിരിക്കും അല്ലെങ്കിൽ ഫൈബ്രോ കാർട്ടിലേജ് ആയിരിക്കും. So that is in a form of cartilage. So either hyaline cartilage അല്ലെങ്കിൽ fibro cartilage will be there. So depending on the type of cartilage involved, the joints are further classified into primary or secondary cartilages. So അവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു, ഫൈബ്രസ് എന്താണ് സ്ട്രക്ചറൽ, ടോട്ടലി നോക്കുകയാണെങ്കിൽ ജോയിൻസിന് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദയർ. സ്ട്രക്ചറൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫൈബ്രസ്, കാർട്ടിലേജിനസ് ആൻഡ് സൈനോവിയൽ. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെ പറഞ്ഞു, ഫ്രീലി മൊബൈൽ, ഇമ്മൊബൈൽ ആൻഡ് സ്ലൈറ്റ്ലി മൊബൈൽ, 3 ടൈപ്സ് പറഞ്ഞു അല്ലേ. അഗെയിൻ ആ ഫൈബ്രസ് കാർട്ടിലേജ് എടുത്ത് നോക്കുമ്പോൾ ഫൈബ്രസ് കാർട്ടിലേജിൽ നമ്മൾ 3 എണ്ണം പറഞ്ഞു, സ്യൂച്ചേഴ്സ്, ഗോംഫസസ് ആൻഡ് സിൻഡസ്മോസിസ് അല്ലേ. അതുപോലെ തന്നെ കാർട്ടിലേജിനസ് ജോയിൻസിനെ ആ ഒരു ഏത് കാർട്ടിലേജ് ആണ് നമ്മൾ പറഞ്ഞു, ഈതർ ഹൈലിൻ കാർട്ടിലേജ് അല്ലെങ്കിൽ ഫൈബ്രോ കാർട്ടിലേജ്, രണ്ടിൽ ഏത് വേണമെങ്കിലും പ്രസന്റ് ആവാമെന്ന് പറഞ്ഞു. ആ ഒരു ഏത് കാർട്ടിലേജ് ആണോ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അഗെയിൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കാർട്ടിലേജ് എന്ന് കാർട്ടിലേജിനസ് ജോയിൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ? So cartilaginous joints are again classified into primary cartilaginous joints and secondary cartilaginous joints. Clear? So cartilaginous joints നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു പ്രൈമറി ആൻഡ് സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻസ്. അപ്പോൾ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻസിന്റെ വേറൊരു പേരാണ് എന്ത്, അവിടെ ഹയലിൻ കാർട്ടിലേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം, സിൻകോൺഡ്രോസിസ്. നമുക്ക് ഇവിടെ റിബിൻ്റെ അവിടെ വരുന്ന ആ ഒരു കോസ്റ്റോ കോൺട്രൽ അല്ലേ, അതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ സിൻകോൺഡ്രോസിസ് എന്ന് പറയുന്നത് പ്രൈമറി
കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. ദാറ്റ് ഈസ് എന്താണ് ഹയലിൻ കാർട്ടിലേജ് ആണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് എന്താണ് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് മാത്രമല്ല, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സിൻകോൺട്രോസിസ്. സോ പ്രൈമറി സിൻകോൺട്രോസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ്, എന്താണ് കാർട്ടിലേജിനസ് ജോയിൻസിന്റെ ഒരു ടൈപ്പാണ്, ദാറ്റ് ഈസ് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ്. കാർട്ടിലേജിനസ് ജോയിന്റ് 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ്സ്, അത് അനദർ വൺ ഈസ് സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിന്റ്. ആ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റിന്റെ വേറൊരു പേരാണ് സിൻകോൺട്രോസിസ്. അതേ സമയത്ത് സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിന്റിന്റെ വേറൊരു പേരാണ് സിംഫൈസിസ്. ഓക്കെ, സോ സിൻകോൺട്രോസിസ് എന്ന് പറയുന്നത് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റും സിംഫൈസിസ് എന്ന് പറയുന്നത് സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിന്റുമാണ്. ഓക്കെ, സോ സിൻകോൺട്രോസിസ് അല്ലെങ്കിൽ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് എന്താണെന്ന് നോക്കാം. സോ സിൻകോൺട്രോസിസ് ഓർ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് ഇൻവോൾവ്സ് ഹയലിൻ കാർട്ടിലേജ്. ഓക്കെ, ഓൺലി ഹയലിൻ കാർട്ടിലേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഓൺലി ഹയലിൻ കാർട്ടിലേജ് മാത്രം പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു എന്താണ് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റിനെയാണ് അതിനെയാണ് നമ്മൾ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു അപ്പോൾ നമ്മൾ കാർട്ടിലേജിനസ് ജോയിന്റിൽ ഹയലിൻ കാർട്ടിലേജും ഉണ്ടാവും, ഫൈബ്രോ കാർട്ടിലേജും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഹയലിൻ കാർട്ടിലേജ് മാത്രം അടങ്ങിയിട്ടുള്ള ആ ഒരു ജോയിന്റിനെയാണ് നമ്മൾ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് അല്ലെങ്കിൽ സിൻകോൺട്രോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ തന്നെ വീണ്ടും അഗെയിൻ ടെമ്പററിയും പെർമനന്റും ഉണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. സോ മൊത്തത്തിൽ അതിനെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ജോയിൻസിനെ ആക്കി, എന്നിട്ട് ആ ഒരു സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ 3 ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ 3 അതിൽ ഒരെണ്ണം എടുത്തിട്ടാണ് ഫൈബ്രസ് ജോയിന്റ് എടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഫൈബ്രസ് ജോയിന്റിൽ അഗെയിൻ എത്ര ഉണ്ടാക്കി? 2 ടൈപ്പ് ആക്കി. എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിക്ക് സിൻകോൺട്രോസിസ് എന്നും സെക്കൻഡറിക്ക് സിംഫൈസിസ് എന്നും വിളിച്ചു. ആ സിൻകോൺട്രോസിസ് അല്ലെങ്കിൽ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റിൽ ടെമ്പററി ആൻഡ് പെർമനന്റ് ഉണ്ട്. ഓക്കെ, സോ ടെമ്പററി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഹയലിൻ കാർട്ടിലേജ് മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ് അല്ലേ. സോ ടെമ്പററി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പിഫൈസിയൽ പ്ലേറ്റ് നമുക്കറിയാം. ഒരു ബോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്ത് പ്ലേറ്റ് എന്ന് നമ്മൾ പറയും. ആ ഒരു വളർച്ച, ഒരു ബോണിന്റെ വളർച്ച സംഭവിക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒരു എപ്പിഫൈസിയൽ പ്ലേറ്റ് കുഞ്ഞു വളർന്നു, ആ ഒരു ഗ്രോത്ത് ഒക്കെ സ്റ്റോപ്പായി കഴിയുമ്പോഴത്തേക്കും ദാറ്റ് ബിക്കം കാൽസിഫൈഡ് അല്ലേ, എന്നിട്ട് ഒരു ബോണി പാർട്ടായിട്ട് തന്നെ മാറുകയാണ്. സോ അവിടെ ഉണ്ടായിരുന്ന ഒരു കാർട്ടിലേജ് കാൽസിഫിക്കേഷൻ സംഭവിച്ച് അതൊരു ബോണായിട്ട് മാറുകയാണ്, കാൽസിഫൈഡ് ആയിട്ട് മാറുകയാണ്. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടെമ്പററി കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് വിളിക്കാം അല്ലേ. അതിന് എക്സാമ്പിൾ ആണ് അത്. അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബസ്. ഇത് 3. അപ്പോൾ നമുക്കറിയാം ഹിപ്പ് ബോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 പാർട്ട് ഉണ്ട്, ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബസ്. സോ അപ്പോൾ ആ ഒരു 3 പാർട്ടും ജനിക്കുന്ന സമയത്ത് there will be cartilages in between, അതായത് എപ്പിഫൈസിയൽ പ്ലേറ്റ്സ് ഉണ്ടാവും, ഗ്രോത്ത് പ്ലേറ്റ്സ് വിൽ ബി ദെയർ. അപ്പോൾ ഒരു അഡൽട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗ്രോത്ത് പ്ലേറ്റ്സ് ഒക്കെ ഇതായിട്ട് അത് ഫ്യൂസ് ചെയ്ത് ഇറ്റ് വിൽ ഫോം എ സിംഗിൾ ബോൺ അല്ലേ. സോ അപ്പോൾ അതിനെ അപ്പോൾ എന്ന് നമുക്ക് വിളിക്കാം ടെമ്പററി കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് വിളിക്കാം. ദെൻ പെർമനന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡസ് നോട്ട് ഓസിഫൈ വിത്ത് ഏജ്. അത് ഓസിഫിക്കേഷൻ നടക്കത്തില്ല, അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഉണ്ടാവും. ആൻഡ് ഇറ്റ് റിറ്റെയിൻസ് ഇറ്റ്സ് ഹയലിൻ കാർട്ടിലേജ്. സോ അത് എന്തുണ്ടാവില്ല, ആ കാൽസിഫിക്കേഷൻ നടക്കത്തില്ല, ആ ഹയലിൻ കാർട്ടിലേജ് ത്രൂ ഔട്ട് ലൈഫ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് റിബ് കേജിന്റെ അവിടുത്തെ കോസ്റ്റോകോൺഡ്രൽ ജോയിന്റ്സിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. മനസ്സിലായല്ലോ? ഫൈബ്രസ് കാർട്ടിലേജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫൈബ്രസ് ടിഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിൽ 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി സിൻകോൺട്രോസിസ്, സെക്കൻഡറി സിംഫൈസിസ്. സിൻകോൺട്രോസിസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഹയലിൻ കാർട്ടിലേജ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ടെമ്പററി ടൈപ്പാണ്. ടെമ്പററി എന്ന് പറയുമ്പോൾ ആ ഒരു കാർട്ടിലേജ് പിന്നെ കാൽസിഫൈഡ് ആയിട്ട് ബോണായിട്ട് തന്നെ ഫോം ആവും. എക്സാമ്പിൾ നമുക്ക് ഹിപ്പ് ബോണിലെ ഇലിയം, ഇഷ്യം, പ്യൂബസ് പറഞ്ഞു. സെക്കൻഡറി എന്ന് പറയും, പെർമനന്റ് എന്ന് പറയുമ്പോൾ അത് ലൈഫ് ലോങ് നമുക്ക് ആ കാർട്ടിലേജ് അങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്യും. എക്സാമ്പിൾ കോസ്റ്റോകോൺഡ്രൽ ജോയിന്റ്സ്. ക്ലിയർ? ദെൻ സിംഫൈസിസ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് പറഞ്ഞു. സോ അതിൽ എന്തുണ്ടാവും? ഫൈബ്രോ കാർട്ടിലേജ് ആണ്. അപ്പോൾ ഹയലിൻ കാർട്ടിലേജ് പ്രസന്റ് ആയിട്ടുള്ളത് സിൻകോൺട്രോസിസിലും ഫൈബ്രോ കാർട്ടിലേജ് പ്രസന്റ് ആയിട്ടുള്ളത് സിംഫൈസിസിലും ആണ്. അതായത് ആ ഒരു കാർട്ടിലേജിൽ മൊത്തത്തിൽ ഫൈബ്രോ കാർട്ടിലേജ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദിസ് ഇസ് തിക്ക് ആൻഡ് സ്ട്രോങ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ മൂവ്മെന്റ്സ് ഭയങ്കരമായിട്ട് പോസിബിൾ അല്ല.
പിന്നെ ആ ഒരു പുള്ളിങ് ഫോഴ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈൽ ദ ഫൈബ്രോ കാർട്ടിലേജ് ഫേംലി യുണൈറ്റ്സ് അഡ്ജസന്റ് ബോൺസ് ആൻഡ് ദിസ് ജോയിൻസ് ഈസ് സ്റ്റിൽ ആൻഡ് ആംഫിയർത്രോസിസ് ജോയിന്റ് ആൻഡ് പെർമിറ്റ്സ് ലിമിറ്റഡ് മൂവ്മെന്റ്സേ പോസിബിൾ ആയിട്ടുള്ളൂ. ഫൈബ്രസ് ആയിട്ടുള്ള കാർട്ടിലേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു മൂവ്മെന്റ്സ് പോസിബിൾ അല്ല. കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ ഫൈബ്രസ് എന്ന് പറയുന്നത്. സോ സിംഫൈസിസ് ക്യാൻ ബി എന്താണ് നാരോയും വൈഡും. സോ അവിടെ നമ്മൾ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റിനെ 2 ടൈപ്പ് ആക്കിയില്ല. സോ അതുപോലെ തന്നെ ഇവിടെ സിംഫൈസിസിലും 2 ടൈപ്പ് ഉണ്ട്, നാരോയും വൈഡും. നാരോ എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇൻക്ലൂഡ് പ്യൂബിക് സിംഫൈസിസ് ആൻഡ് ദ മാനോബ്രിയം സ്റ്റേർണം. നാരോ നമുക്ക് പ്യൂബിക് സിംഫൈസിസ് നമുക്കറിയാം ആ ഒരു പ്യൂബിസ് ഹിപ്പോന്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പ്യൂബിസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ജോയിനിങ് പോർഷനെയാണ് നമ്മൾ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്നത്. സോ അതിന് നാരോ ഗ്യാപ്പേ കാണുള്ളൂ അല്ലേ, നമുക്ക് അറിയാം അതിൽ ഗ്യാപ്പായിട്ട് നമുക്ക് കാണാനായിട്ടുണ്ടാവില്ല. അതുപോലെ മാനോബ്രിയോ മാനോബ്രിയമും സ്റ്റേർണം ബോഡി ഓഫ് സ്റ്റേർണവും ജോയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ട്. വൈഡിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെർട്ടിബ്രൽ ആ ഒരു വെർട്ടിബ്രേസിന് ഇടയ്ക്ക് വരുന്ന ഡിസ്ക്, അത് നമുക്കിവിടെ പ്യൂബിക് സിംഫൈസിൽ ആ ഒരു ഗ്യാപ്പ് കാണാനായിട്ടേ പറ്റത്തില്ല. ഒരു നോർമൽ ജോയിന്റ് പോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നാരോ. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിൽ വരുന്ന ആ ഒരു ദാറ്റ് കൈൻഡ് ഓഫ് ജോയിന്റിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ദെൻ സൈനോവിയൽ ജോയിൻസ്. സോ സൈനോവിയൽ ജോയിൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? സോ സൈനോവിയൽ ജോയിൻസിൽ ഡയർത്രോസിസ് ആണെന്ന് പറഞ്ഞു, ഫ്രീലി മൊബൈൽ ആണ്, എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ജോയിന്റ് കാവിറ്റി. ദാറ്റ് കാവിറ്റി ഈസ് കോൾഡ് സൈനോവിയൽ കാവിറ്റി എന്ന് പറഞ്ഞു. ആൻഡ് ജോയിന്റ് കാവിറ്റി ഈസ് സറൗണ്ടഡ് ബൈ ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാവും, ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ ഉണ്ടാവും. ആൻഡ് എന്താണ് ആ ഒരു സൈനോവിയൽ കാവിറ്റിയിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ലൈൻസ് ദ ആർട്ടിക്കുലർ ക്യാപ്സ്യൂൾ. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ അതാണ് സൈനോവിയൽ ജോയിൻസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതിന് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻസ് പറയുകയാണെങ്കിൽ പ്ലെയിൻ വെറൈറ്റി ഉണ്ട്, സാഡിൽ വെറൈറ്റി ഉണ്ട്, ഹിഞ്ച് വെറൈറ്റി, ബോൾ ആൻഡ് സോക്കറ്റ് വെറൈറ്റി, എലിപ്സോയിഡ് വെറൈറ്റി ആൻഡ് പൈവോട്ട് വെറൈറ്റി. സോ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻസ് എന്ന് പറയുന്നത്. സോ 6 ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ സൈനോവിയൽ ജോയിൻസിനെ തന്നെ നമുക്ക് 6ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹിഞ്ച് വെറൈറ്റി, സാഡിൽ വെറൈറ്റി. ഹിഞ്ച് വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എൽബോയിൽ വരുന്ന ആ ഒരു വെറൈറ്റി ഓഫ് ജോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിഞ്ച് വെറൈറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കതകിന്റെ വിജാവിരി പോലെ ഒറ്റ സൈഡിലേക്ക് അടക്കുകയും തുറക്കുകയും മാത്രം ചെയ്യാം, അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും നോക്കാൻ പറ്റില്ല. സോ അതുപോലെ നമ്മുടെ എൽബോ ജോയിന്റ് നോക്കിയേ, ഇങ്ങനെ മുകളിലേക്കും താഴേക്കും മാത്രം ആക്കാൻ പറ്റുന്നത്. ഓൺലി വൺ സൈഡിൽ മാത്രം യൂണി ആക്സിയൽ ആയിട്ട് മൂവ്മെന്റ്സ് ഇത് ചെയ്യുന്ന ജോയിൻസിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻസ് എന്ന് പറയുന്നത്. സാഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻസ്. സോ ഇവിടെ നോക്കിയേ, കാർപ്പോ മെറ്റാകാർപ്പൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. സോ അതുപോലെ ഓപ്പോസിറ്റ് ഉണ്ടാവും. സോ അത് കുറച്ചും കൂടി മൊബിലിറ്റി പോസിബിൾ ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് സാഡിൽ വെറൈറ്റി. നമ്മുടെ കുതിരയുടെ മുകളിലിരിക്കുന്ന ഒരു എന്താണ് ലാടം അല്ലേ, മുകളിലിരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ഇൻവേർട്ടഡ് ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. സോ അതിന് ഇടയ്ക്കുള്ള ഒരു മൂവ്മെന്റ്സ് പോസിബിൾ. അവിടെ അതിനെയാണ് നമ്മൾ സാഡിൽ ജോയിന്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ്. പ്ലെയിനാർ എന്ന് പറയുമ്പോൾ പ്ലെയിൻ ജോയിന്റ്സ് ആണ്. സോ 2 പ്ലെയിൻ ആയിട്ടുള്ള സർഫസസ് തമ്മിൽ ഫോം ചെയ്യുന്ന ആ ഒരു ജോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ്. അക്രോമിയൽ പ്രോസസ് ഓഫ് ദി ക്ലാവിക്കിളും പിന്നെ acromial joint of the scapulaയും acromial end of the clavicle കൂടി ജോയിൻ ചെയ്യുന്ന ദിസ് ജോയിന്റ് acromioclavicular ജോയിന്റും അതാണ് പ്ലെയിനാർ ജോയിന്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പൈവോട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൈവോട്ട് വെറൈറ്റി എന്ന് പറയുമ്പോൾ ദിസ്, അപ്പോൾ ഒരു ആക്സിസ് ഉണ്ടാവും, അതിന് ചുറ്റും വേറൊരു സ്ട്രക്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കും. ആ ഒരു കൈൻഡ് ഓഫ് ജോയിന്റിനെയാണ് നമ്മൾ പൈവോട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ആക്സിസ് ഇങ്ങനെ ഉണ്ടാവും. നമുക്കറിയാം അറ്റ്ലസും ആക്സിസും, അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്ര ആണ് അറ്റ്ലസ്, സെക്കൻഡ് ആണ് ആക്സിസ്. സോ അപ്പോൾ അറ്റ്ലസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അറ്റ്ലസ് മുകളിലാണ് ഫസ്റ്റ്, സെക്കൻഡ് ആക്സിസ് ഇങ്ങനെ ഉണ്ടാവും. അതിലൊരു ഒഡോണ്ടോയിഡ് പ്രോസസ് ഉണ്ട് അല്ലേ, ഒഡോണ്ടോയിഡ് പ്രോസസ്. സോ അപ്പോൾ ഒഡോണ്ടോയിഡ് പ്രോസസ്സിന് അറൗണ്ട് ഒരു സി ഷേപ്ഡ് വെർട്ടിബ്രയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ആക്സിസിന്റെ ആ ഒരു ഒഡോണ്ടോയിഡ് പ്രോസസ്സിന് അറൗണ്ട് ആയിട്ട് ഈ അറ്റ്ലസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. സോ ദാറ്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റ്, അതായത് നമ്മൾ നോ പറയുമ്പോഴുള്ള ഈ ഒരു മൂവ്മെന്റ് പോസിബിൾ ആവണമെങ്കിൽ ദാറ്റ് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് നമ്മളെ അലോ ചെയ്യണം. ഓക്കെ. സോ അപ്പോൾ പൈവോട്ട് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ആ ആക്സിസിന്റെ ഒരു ഒഡോണ്ടോയിഡ് പ്രോസസ് ഉണ്ട്, അതായത് ഒരു ആക്സിസ് ഉണ്ട്. സോ അതിനു ചുറ്റും ഈ അറ്റ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു മോഷൻ പോസിബിൾ ആയിട്ട് വരുന്നില്ലേ. സോ ദാറ്റ് കൈൻഡ് ഓഫ് മോഷൻ ദാറ്റ് ഈസ് കോൾഡ് പൈവോട്ട് മോഷൻ. ആൻഡ് കോണ്ടൈലോയിഡ് എന്ന് പറയുമ്പോൾ 2 കോണ്ടൈൽസ് ഉണ്ടാവും. അതായത് നമ്മുടെ നീ ജോയിന്റ്, ഫീമറിന്റെ ഇൻഫീരിയർ കോണ്ടൈലും ടിബിയയുടെ സുപ്പീരിയർ കോണ്ടൈലും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
അപ്പർ കോണ്ടൈലും കൂടി നമുക്ക് ആ ഒരു ജോയിൻറ്റ് 2 കോണ്ടൈൽസ് ഉണ്ടാവും, ആർട്ടിക്കുലർ കോണ്ടൈൽസ് ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിൻറ്റ് നമുക്ക് പറയാം. പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് വെറൈറ്റി, ഷോൾഡറും ഹിപ്പും ഒരു ബോളും ഒരു സോക്കറ്റും ഉണ്ടാവും. സോ ദാറ്റ് കൈൻഡ് ഓഫ് ജോയിൻറ്റ് ഇസ് കോൾഡ് ബോൾ ആൻഡ് സോക്കറ്റ് വെറൈറ്റി. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹിഞ്ച് ജോയിൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ 2 കോൺവെക്സ് എൻഡ് ഓഫ് എ ബോൺ. അതായത് ഹിഞ്ച് എന്ന് പറയുമ്പോൾ 2 കോൺവെക്സ് എൻഡ്സ്, അതായത് നമ്മുടെ ഇതുപോലെ. സോ അങ്ങനെ വരുന്നതാണ് ഇതെന്ന് പറയുന്നത്. എന്താണ് ഹിഞ്ച് വെറൈറ്റി എന്ന് പറയുന്നത്? അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണി ആക്സിയൽ ആണ്. ദെൻ സാഡിൽ ജോയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ ബോൺസ് ദാറ്റ് ആർ സാഡിൽ ഷേപ്ഡ്. സാഡിൽ ഷേപ്പിലുള്ള കോൺകേവ് ആയിട്ടുള്ള 2 സർഫസ്, അതായത് ഇങ്ങനെയും ഇങ്ങനെയും, ഇങ്ങനെ നമുക്ക് പറയാം. 2 കോൺകേവ് സർഫസസ് തമ്മിലുള്ള ആ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ബൈ ആക്സിയൽ. 2 ഡിറക്ഷനിൽ ഇങ്ങനെയും മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്, ഇങ്ങനെയും മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്. അപ്പോൾ 2 ഡിറക്ഷണൽ ബൈ ആക്സിയൽ മൂവ്മെൻറ്റ്സ് വരുന്നതാണ് സാഡിൽ ജോയിൻറ്റ് എന്ന് പറയുന്നത്. പ്ലെയിനാർ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ 2 പ്ലെയിൻ സർഫസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ബോൺ സർഫസസ് ഓഫ് സിമിലർ സൈസ്. അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് പ്ലെയിൻ സർഫസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടി ആക്സിയൽ ആണ് നമുക്ക് മൂവ്മെൻറ്റ്സ് പോസിബിൾ. സോ പൈവോട്ട് ജോയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ആർട്ടിക്കുലേഷൻ വിത്തിൻ ദ ലിഗമെന്റിയസ് റിംഗ് ബിറ്റ്വീൻ ദ റൗണ്ടഡ് എൻഡ് ഓഫ് വൺ ബോണ്ട് ആൻഡ് അനദർ. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ്ലസും ആക്സസിൻ്റെയും എക്സാമ്പിൾ. സോ അതാണ് പൈവോട്ട് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അവിടെയും യൂണി ആക്സിയൽ ഇങ്ങനെയാണ്, ഇങ്ങനെ മാത്രമേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. ആ ഒരു മൂവ്മെൻറ്റ് ഓർക്കുക. സോ ദാറ്റ് ഈസ് യൂണി ആക്സിയൽ. ദെൻ ബോൾ ആൻഡ് സോക്കറ്റ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ബോളും ഒരു സോക്കറ്റും ഉണ്ടാവും. സോ അതിന് ബിറ്റ്വീൻ ഉള്ളതാണ്. സോ അത് മാത്രം എന്താണ് മൾട്ടി ആക്സിയൽ ആണ്. അതും എന്താണ് പ്ലെയിനർ വെറൈറ്റി മൾട്ടി ആക്സിയൽ ആണ്. യൂണി ആക്സിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹിഞ്ച് വെറൈറ്റിയും അതുപോലെ തന്നെ പൈവോട്ട് ജോയിൻറ്റും യൂണി ആക്സിയൽ ആണ്. ബൈ ആക്സിയൽ എന്ന് പറയുന്നത് സാഡിൽ ജോയിൻറ്റിൻ്റെ വെറൈറ്റിയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ബോൾ ആൻഡ് സോക്കറ്റ് വെറൈറ്റി ഷോൾഡർ ആണ്, അലോസ് മോഷൻ ഇൻ ഓൾ ഡിറക്ഷൻസ് ആണ്. ഹിഞ്ച് ജോയിൻ എന്ന് പറയുമ്പോൾ യൂണി ഡിറക്ഷണൽ ആണ്. സാഡിൽ ജോയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ബൈആക്സിയൽ ആണ് വരുന്നത്. അതായത് ഇങ്ങനെയും ഇങ്ങനെയും, അതായത് ബൈആക്സിയൽ റൊട്ടേഷൻ. പ്ലെയിൻ ജോയിൻറ്റ് വേറൊരു പേരാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ് കേട്ടോ. സോ ജോയിൻറ്റ് ദാറ്റ് അക്കേഴ്സ് വെൻ എ ഫ്ലാറ്റ് സർഫസ് ഗ്ലൈഡ്സ് അക്രോസ് ഓൺ അനദർ, അതിനെയാണ് നമ്മൾ ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് ക്ലാവിക്കിളും സ്കാപ്പുലയും തമ്മിലുള്ള അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. പൈവോട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അറ്റ്ലസും ആക്സസും ഓർക്കുക, അതിനെയാണ് പൈവോട്ട് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ദെൻ എലിപ്സോയിഡ് തന്നെയാണ് കോണ്ടൈലോയിഡ് വെറൈറ്റി. അപ്പോൾ എലിപ്സോയിഡ് എന്ന് പറയുമ്പോൾ കോണ്ടൈലോയിഡ് വെറൈറ്റിയുടെ വേറൊരു പേരാണെന്ന് ഓർക്കുക. 2 കോണ്ടൈൽസ് ഉണ്ടാവും. സോ അത് അതിന് തമ്മിലുള്ള ആ ഒരു മോഷൻ, അതാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ജോയിൻറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യം, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത്. അത് കൺഫ്യൂഷൻ ആവരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക, അതിന് റിപ്ലൈസ് തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.